ഹായ് എവരിവൺ. സോ നിങ്ങൾ കാത്തിരുന്ന +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മക്കളെ ചോദിച്ചത് എന്നാണ് അലോട്ട്മെന്റ് എങ്ങനെയാണ് അലോട്ട്മെന്റ് കൊടുക്കുക, സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നാണ് വേക്കൻസി ലിസ്റ്റ് എന്ന് പ്രസിദ്ധീകരിക്കുന്നുള്ളത് എല്ലാവർക്കും സംശയമായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോ സ്കൂൾ വൈസ് ഉള്ള വേക്കൻസി ലിസ്റ്റ് ഈ കാണുന്ന ഗവൺമെന്റിന്റെ സൈറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അത് ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര സീറ്റ് അവൈലബിൾ ആണ്, എങ്ങനെയൊക്കെയാണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെ, അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഏത് ജില്ലയിൽ, ഏത് സ്കൂളില്, ഇവർക്ക് ചിലപ്പോൾ സയൻസ് വേണ്ട കുട്ടികൾ കാണും, കൊമേഴ്സ് വേണ്ട കുട്ടികൾ കാണും. അതൊക്കെ നമുക്ക് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെയൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപേക്ഷിക്കാൻ പറ്റുന്നവർ അതെ, ഓൾറെഡി നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് വരെ അപ്ലൈ ചെയ്തിട്ടും ഒരു സീറ്റും ലഭിക്കാത്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലിമെന്ററി അപേക്ഷിക്കാം. അതേപോലെ സി എക്സാം എഴുതി റിസൾട്ട് കാത്തിരുന്ന കുറെ കുട്ടികൾക്ക് എനിക്കൊന്ന് ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് കയറാൻ പറ്റിയില്ല. അവർക്കും നിങ്ങൾക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്കും സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ ജോയിൻ ചെയ്ത് TC വാങ്ങിയ കുട്ടികളുണ്ട്. അവർ ശ്രദ്ധിക്കുക, ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എന്തോ കാരണം വെച്ചാൽ TC വാങ്ങിപ്പോയി. പക്ഷേ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അപേക്ഷകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷയിൽ മിസ്റ്റേക്ക് വന്നിട്ട് അതുമൂലം അപേക്ഷ തള്ളിപ്പോയ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും എങ്ങനെ മിസ്റ്റേക്സ് വന്ന് പല കുട്ടികളുടെയും ആപ്ലിക്കേഷൻ റിജക്ട് ആയിട്ടുണ്ട്. അവരൊക്കെ സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് വരുന്നത്, അപേക്ഷിക്കാൻ പറ്റാത്തവരെന്നാൽ ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ മനസ്സിലാക്കേണ്ട, ഓർത്തു വെക്കേണ്ട കാര്യം, ഈ വേക്കൻസി ലിസ്റ്റിലുള്ള സ്കൂളുകളിലേക്ക് മാത്രമായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുക. നിങ്ങൾ എഡിറ്റ് ചെയ്യാതെ അപേക്ഷ പുതുക്കാതെ ഇരുന്നാൽ നിങ്ങളെ സപ്ലിമെന്ററിയിലേക്ക് കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. പുതുതായിട്ട് അപേക്ഷ കൊടുക്കണം. ഓൾറെഡി കൊടുത്ത അപേക്ഷയിൽ നിങ്ങൾ ഇതായിട്ടിരിക്കരുത്, പുതുതായിട്ട് അപേക്ഷ പുതുക്കുക തന്നെ ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓൾറെഡി ഞങ്ങൾ കൊടുത്തിട്ടില്ലേ, ഇനി അപേക്ഷ കൊടുക്കണോ എന്നുള്ള തോട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാം. പെട്ടെന്ന് ഇന്ന് തൊട്ട് അപേക്ഷിക്കാം. ജൂലൈ 4 5 മണി വരെയാണ്, മറന്നു പോകരുത്. സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ. റെഡി.